സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് മുന്നറിയിപ്പ്. ഇന്നും നാളെയും 5 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ നാളെ റെഡ് അലർട്ടാണ്. ഉമേഷ് ബാലകൃഷ്ണനാണ് ചേരുന്നത്. ഉമേഷ്, കൂടുതൽ തീവ്രമാകുന്നു എന്നാണോ ഏറ്റവും പുതിയ അലർട്ട് എന്നും മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും കഴിഞ്ഞ ദിവസത്തേക്കാൾ കൂടുതൽ തീവ്രമാകുന്നു മഴ എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതും മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലേക്കും കൂടി മഴ വ്യാപിക്കുകയാണ്. ഇന്നലെ തെക്കൻ കേരളത്തിലായിരുന്നു കൂടുതൽ മഴയെങ്കിൽ ഇന്ന് മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലേക്കും കൂടി മഴ വ്യാപിക്കുന്നു. ഇന്ന് 5 ജില്ലകളിലാണ് റെഡ് അലർട്ട്, അതായത് അതിതീവ്ര മഴയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് ഇന്ന് റെഡ് അലർട്ട് ഉള്ളത്. നാളെയും 5 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് നാളെ റെഡ് അലർട്ട് ഉള്ളത്. ഇന്ന് കോഴിക്കോട് ഒഴികെ മറ്റ് ജില്ലകളിൽ, അതായത് റെഡ് അലർട്ട് ഇല്ലാത്ത ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. റെഡ് അലർട്ടുള്ള ജില്ലകളിൽ 24 മണിക്കൂറിൽ 204 മില്ലിമീറ്ററിന് മുകളിൽ മഴ ലഭിക്കും. ഓറഞ്ച് അലർട്ടുള്ള ജില്ലകളിൽ 115-നും 204-നും ഇടയിൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും നാളെയും സമാനമായ രീതിയിൽ മറ്റ് ജില്ലകളിൽ, അതായത് തിരുവനന്തപുരം, പാലക്കാട് ജില്ല ഒഴികെ മറ്റ് ജില്ലകളിൽ നാളെയും ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നുണ്ട്. ഈ രീതിയിൽ ശക്തമായ മഴ വരും ദിവസങ്ങളിൽ അടുത്ത 3 ദിവസവും തുടരും എന്ന് തന്നെയാണ് പുതിയ അലർട്ടുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. 2 ദിവസം തുടർച്ചയായി മൺസൂൺ എത്തുന്നതിന് മുൻപ് 2 ദിവസം തുടർച്ചയായി ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതും മറ്റന്നാൾ ഓറഞ്ച് അലർട്ടും 5 ജില്ലകളിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. സാഹചര്യങ്ങൾ കുറച്ചുകൂടി ജാഗ്രതയോടെ സമീപിക്കേണ്ട സമയമാണ് ഇപ്പോൾ. അതാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള മഴ. ഒരുപക്ഷെ രാത്രി വൈകിയും ഈ മഴ തുടരാനും സാധ്യതയുണ്ട്. എന്തായാലും നിലവിലും തിരുവനന്തപുരത്ത് മഴ മാറി നിൽക്കുന്നു എങ്കിൽ പോലും ആകാശം മേഘാവൃതമാണ്. എപ്പോൾ വേണമെങ്കിലും മഴ ലഭിക്കാവുന്ന സാഹചര്യമുണ്ട്. ഇതേ രീതിയിൽ തന്നെയാണ് വടക്കൻ ജില്ലകളിലേക്കും. നിലവിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി വീശുന്നു എന്നുള്ളത് കൊണ്ടാണ് അലർട്ടുകൾ റെഡ് അലർട്ടിലേക്ക് മാറ്റിയത്. ഇപ്പോൾ മലയോര മേഖലയിൽ ശക്തമായ മഴ ഇപ്പോഴും ലഭിക്കുന്നുണ്ട്. സ്വാഭാവികമായി ഉരുൾപൊട്ടൽ ഭീതിയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാനുള്ള നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിരുന്നു. ഒരുപക്ഷെ ഇന്നും ഇതേ രീതിയിൽ ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ ജില്ലകളിൽ നിന്നടക്കം ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാനുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകാൻ സാധ്യതയുണ്ട്. എന്നാലും കൂടുതൽ ജാഗ്രതയോടെ ഇന്നും നാളെയും തുടരണമെന്ന് തന്നെയാണ് ഈ മുന്നറിയിപ്പിൽ നിന്ന് വ്യക്തമാകുന്നത്. തീർച്ചയായും ഉമേഷ് സൂചിപ്പിച്ച പോലെ തന്നെ അസാധാരണമായ സാഹചര്യം. കാലവർഷത്തിന് മുന്നേ തന്നെ തുടർച്ചയായി 4 ദിവസം വലിയ മഴയ്ക്കുള്ള സാധ്യത. ഉമേഷ്, ഇന്നലെ തന്നെ ജനങ്ങൾക്കുള്ള ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ മുന്നറിയിപ്പുകൾ പറഞ്ഞിരുന്നു. മലയോര മേഖലയിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കുക, രാത്രി യാത്രകൾ ഒഴിവാക്കുക. ഇപ്പോൾ തുടർച്ചയായി റെഡ് അലർട്ട് വരുന്ന സാഹചര്യത്തിൽ പുതിയ നിർദ്ദേശങ്ങൾ വല്ലതും ഉണ്ടോ? മാത്രമല്ല, മിന്നലോട് കൂടിയ മഴയാണോ പ്രതീക്ഷിക്കേണ്ടത്? ഉച്ചയ്ക്ക് ശേഷമുള്ള മഴ മിന്നലോടുകൂടിയുള്ള മഴ തന്നെയാണ് സാധാരണഗതിയിൽ ഇപ്പോൾ ലഭിക്കുന്നത്. അതായത് മൺസൂൺ അല്ലെങ്കിൽ മൺസൂണിന് മുമ്പുള്ള വേനൽക്കാല മഴയിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള മഴയിൽ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പുമുണ്ട്. മണിക്കൂറിൽ 40 കിലോമീറ്ററിന് മുകളിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. നിലവിലെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് മലയോര മേഖലയിൽ കൂടുതൽ ജാഗ്രത വേണം. കൂടാതെ പുഴയോട് ചേർന്ന്, അതായത് ജലാശയങ്ങളോട് ചേർന്നുള്ള ജലാശയങ്ങളിൽ കുളിക്കാൻ ഇറങ്ങുന്നത്, ജലാശയങ്ങൾക്ക് സമീപം താമസിക്കുന്നവർ എന്നിവരെല്ലാം പ്രത്യേക ജാഗ്രത പുലർത്തണം. മുൻപെല്ലാം, അതായത് കഴിഞ്ഞ 2 വർഷവും നമ്മൾ അപകടങ്ങളെ അഭിമുഖീകരിച്ചത് വളരെ കുറച്ച് സമയത്തുണ്ടാകുന്ന വലിയ മഴയാണ്. അതായത് ചെറു മേഘസ്ഫോടനങ്ങൾ ചില പ്രദേശങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇന്നലെ തന്നെ കാലാവസ്ഥാ വിദഗ്ധർ ഇത്തരമൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ചെറു മേഘസ്ഫോടനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും ജാഗ്രതയോടെ ഇരിക്കണം. ഏതെങ്കിലും സാഹചര്യത്തിൽ ഇത്തരത്തിൽ വെള്ളം പൊങ്ങിയാലോ അല്ലെങ്കിൽ മലയിടിച്ചിലും മണ്ണിടിച്ചിലും അടക്കം ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖലകളുണ്ടെങ്കിൽ ആ മേഖലയിലുള്ളവരും കൃത്യമായി സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണം എന്നുള്ളതാണ് ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം നൽകുന്ന മുന്നറിയിപ്പ്. കാരണം ഈ ചെറു മേഘസ്ഫോടനങ്ങൾ നമ്മൾ കരുതുന്ന സമയത്തിനുള്ളിൽ തന്നെ ഒരുപക്ഷെ അപകടം ഉണ്ടാക്കി കടന്നു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് കഴിഞ്ഞ 2 വർഷവും കേരളത്തിൽ പല സ്ഥലങ്ങളിലും അപകടമുണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ മുന്നറിയിപ്പുകളെല്ലാം പാലിച്ച് ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലയിൽ നിന്നും വെള്ളപ്പൊക്ക സാധ്യതാ മേഖലയിൽ നിന്നും ജനങ്ങൾ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണം എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനം. ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. പടിഞ്ഞാറൻ കാറ്റ് ശക്തമായതിനാൽ സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുകയാണ്. മധ്യ കേരളത്തിലാണ് കൂടുതൽ മഴ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി, വീടുകൾ തകർന്നു. വിഴിഞ്ഞത്ത് കടലിൽ കാണാതായ 3 മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലും ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുന്നുണ്ട്. രാവിലെ 8:30 വരെ 24 മണിക്കൂറിൽ
ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ആലുവയിലാണ് 226 മില്ലിമീറ്റർ മഴ. കൊടുങ്ങല്ലൂരിൽ 200 മില്ലിമീറ്ററും തൃപ്രയാർ 190 മില്ലിമീറ്ററും മഴ ലഭിച്ചു. 39 സ്റ്റേഷനുകളിൽ 100 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ രേഖപ്പെടുത്തി. കനത്ത മഴയിൽ കൊല്ലം താലൂക്കിൽ 2 വീടുകളും പത്തനാപുരം താലൂക്കിൽ 1 വീടും തകർന്നു. ആലപ്പുഴ പത്തിയൂർ പഞ്ചായത്തിൽ വീടിന് മുകളിൽ മരം വീണ് ഭാഗികമായി വീട് തകർന്നു. താഴ്ന്ന സ്ഥലങ്ങളിൽ വെള്ളം കയറി. കൊട്ടാരക്കരയിൽ പുലമൺ തോട് കരകവിഞ്ഞൊഴുകി. വിഴിഞ്ഞത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോയി കാണാതായ 3 മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്തി. കോസ്റ്റ് ഗാർഡ് ഇവരെ കരയിലെത്തിച്ചു. അറബിക്കടലിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിച്ചതിനാലാണ് സംസ്ഥാനത്ത് മഴ ശക്തമായത്. അടുത്ത 4 ദിവസം കൂടി മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ന്യൂസ് 18 തിരുവനന്തപുരം. കൊച്ചിയിലെ വെള്ളക്കെട്ട് വേഗത്തിൽ പരിഹരിക്കാവുന്നതല്ലെന്ന് മേയർ എം അനിൽകുമാർ. തെരഞ്ഞെടുപ്പിന്റെ തലേന്നാണെങ്കിൽ പോലും പരിഹരിക്കാനാകില്ലെന്നും മേയർ ന്യൂസ് 18 പറഞ്ഞു. കാരക്കാമുറിയിലെ വെള്ളക്കെട്ടുണ്ടായ മേഖലയിൽ സന്ദർശനം നടത്തുമ്പോഴായിരുന്നു മേയറുടെ പ്രതികരണം. ഡാനി പൊള്ള റിപ്പോർട്ടർ. എന്താണ് ഇപ്പോൾ ഒരു പ്രതിവിധി എന്ന രീതിയിലേക്ക്? അല്ല, ഇത് പ്രതിവിധി എന്ന് പറഞ്ഞാലേ ഞാൻ 2000-ൽ ഇവർ ഇത്രയും ജനങ്ങൾ സാക്ഷിയാണല്ലോ. ഞാൻ 2000-ൽ കൗൺസിലർ ആളാണ്. അന്ന് ചെയ്തതാണ് ഈ മുല്ലശ്ശേരി കനാലിന്റെ കുറച്ച് ഭാഗത്തെ സ്ലോപ്പിംഗ്. അപ്പം അന്ന് മുതലേ ഇവിടെ രൂക്ഷമായ വെള്ളക്കെട്ടുണ്ട്. മഴ ശക്തമായി ഏറ്റത്തിന് പെയ്താൽ വെള്ളം പോവില്ല. അത് നമ്മുടെ ഈ KSRTC സ്റ്റാൻഡിന്റെ തൊട്ടിപ്പുറത്ത് റെയിൽവേ കൽവർട്ടിന്റെ അവിടെ വന്ന് അവിടെ വെള്ളം വന്ന് സത്യത്തിൽ വല്ലാതെ ചുറ്റിയിട്ട് റെയിലിന്റെ അടിയിൽ കൂടെയുള്ള കൾവർട്ടിൽ കൂടെയാണ് അപ്പുറത്തേക്ക് പോണത്. അപ്പുറത്തേക്ക് പോയി കഴിയുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ തേവര പേരണ്ടൂർ കനാല് നല്ല ഏറ്റ സമയത്ത് ഫ്ലഡഡ് ആവും. അപ്പൊ ഇവിടെ നിന്നുള്ള വെള്ളം 1 ഇഞ്ച് പോലും അങ്ങോട്ട് വലിക്കില്ല. സ്വാഭാവികമായി ഇവിടെ നിന്നുള്ള കുറെ വെള്ളം കൂടി അങ്ങോട്ട് തള്ളുമ്പോൾ കമ്മട്ടിപ്പാടം എന്ന് പറയുന്ന കോളനി കംപ്ലീറ്റ് വെള്ളത്തിലാവും. അതുകൊണ്ടാണ് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവിന്റെ ഭാഗമായി ഞങ്ങൾ ഇവിടം മുതലുള്ള വെള്ളം മുല്ലശ്ശേരി കനാലിലേക്ക് തന്നെ മാറ്റാൻ നമ്മൾ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ മഴക്കാലത്ത് തമ്മിൽ ഭേദം വരുന്ന മുല്ലശ്ശേരി കനാലിലെ ആളുകളെ സംബന്ധിച്ച് ഇന്നലെ രാത്രി അസാധാരണമായ മഴ പെയ്തു. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്, ഇതാണ് കോൺട്രാക്ടർ, അദ്ദേഹം ഈ MG റോഡ് മുതൽ അങ്ങോട്ടുള്ള പണി ഏതാണ്ട് തീർക്കാനുള്ളൊരു തത്രപ്പാടിലായിരുന്നു ഞാനും കളക്ടറും എല്ലാവരും. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അവിടെ ഇവർ ചെറിയൊരു ഷട്ടർ വെച്ചിരുന്നു. ആ ഷട്ടറിൽ തട്ടി വെള്ളം നിന്നു. മാത്രമല്ല ഏറ്റത്തിൽ അസാധാരണമായി മഴ പെയ്തു. അങ്ങനെ വന്നാൽ ഇവിടുത്തെ ലോലയിങ് ഏരിയയിൽ സ്വാഭാവികമായി വെള്ളം കയറും. നമുക്ക് ചെയ്യാനുള്ളൊരു പ്രതിവിധി എന്ന് പറയുന്നത് ഒന്ന് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യലാണ്. ഈ മഴക്കാലത്തിന് മുമ്പ് അത് തീരില്ല. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചൊരു കാര്യം MG റോഡ് മുതൽ അങ്ങോട്ട് കനാല് വരെ നമ്മൾ തുറക്കുക. അസാധാരണമായി മഴ പെയ്യുമ്പോൾ ഈ ഫയറിന്റെ ഈ വലിയ പമ്പ് ഉണ്ടെന്ന് അതിലെ അങ്ങ് പമ്പ് ചെയ്യുമ്പോഴത്തേക്കും വെള്ളം പോകും. ഞങ്ങൾ ചെറിയ ചെറിയ പമ്പൊക്കെ വെച്ചിട്ട് പമ്പ് ചെയ്യാൻ നോക്കി. പക്ഷെ അതുകൊണ്ടൊന്നും ഈ പ്രശ്നം തീരില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം, ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം, അടുത്ത മഴയാവുമ്പോൾ ഇവരുടെ വർക്ക് കംപ്ലീറ്റ് ആവുമ്പോൾ ഈ പ്രശ്നം തീരുമെന്നാണ്. വേണമെങ്കിൽ എനിക്ക് ആ ഡിപ്പാർട്ട്മെന്റിനെ ഈ ഡിപ്പാർട്ട്മെന്റിനെയൊക്കെ കുറ്റം പറയാം. പക്ഷെ അതെന്റെ ജോലിയല്ല. കാരണം ഞാൻ പഠിച്ചിട്ടുള്ളത് ഒരു പ്രതിസന്ധി വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുക, കാര്യങ്ങളോട് പ്രതികരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഒരാളെയും കുറ്റപ്പെടുത്തുന്നില്ല. ഇറിഗേഷൻ അവരെ കൊണ്ട് ചെയ്യാവുന്ന മുഴുവൻ കാര്യങ്ങളും ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ ചെയ്യുന്നുണ്ട്. ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ എന്ന് പറഞ്ഞാൽ ഫെയിലിയർ ഒന്നുമല്ല. കുറെ കാര്യങ്ങളിൽ നമുക്ക് റിലീഫ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ പരിപൂർണമായി മാറിയിട്ടില്ല. ഒരു സീസണ് മുമ്പ് ഇത് പൂർണ്ണമായും പരിഹരിക്കാൻ ഈ സീസണിൽ പരിഹരിക്കില്ല. തെരഞ്ഞെടുപ്പിന്റെ തലേദിവസമാണെങ്കിലും നുണ ഞാൻ പറയില്ല. അതായത് ഈ മഴക്കാലത്തിന് മുമ്പ് ഇത് തീരും എന്ന് പറയാൻ ഞാൻ ആളല്ല. തീരില്ല. അത് അടുത്ത വർഷം ഈ ഒരു 6 മാസവും കൂടി എടുത്ത് 7 മാസവും കൂടി എടുത്ത് തീരുള്ളൂ. ശക്തമായ മഴയിൽ കൊച്ചി നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായി. നഗരത്തിലെ പല റോഡുകളും വെള്ളക്കെട്ടിൽ മുങ്ങി. KSRTC ബസ് സ്റ്റാൻഡ് അടക്കം വെള്ളം കയറിയത് യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കി. ഇന്നലെ രാത്രി മുതൽ ഇന്ന് പുലർച്ചെ വരെ നീണ്ട കനത്ത മഴ. അത് മതിയായിരുന്നു കൊച്ചി നഗരത്തെ ഇതുപോലെ വെള്ളത്തിലാക്കുവാൻ. പനമ്പള്ളി നഗർ, എറണാകുളം നോർത്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങൾ, KSRTC ബസ് സ്റ്റാൻഡ് തുടങ്ങി നഗരത്തിലെ ഒട്ടുമിക്ക ഭാഗങ്ങളും വെള്ളക്കെട്ടിലായി. KSRTC സ്റ്റാൻഡിൽ പുലർച്ചെ എത്തിയവരാണ് വെള്ളക്കെട്ടിന്റെ രൂക്ഷത കൂടുതൽ അനുഭവിച്ചത്. മുല്ലശ്ശേരി കനാൽ റോഡ്, കാരക്കാമുറി ക്രോസ് റോഡ് എന്നിവിടങ്ങളിൽ വീടുകളിലും വെള്ളം കയറി. വീടിന്റെ പരിസരങ്ങളിൽ വെള്ളം നിറഞ്ഞതോടെ പരാതിയുമായി സാനു മാസ്റ്ററും എത്തി. വിളിച്ചു പറയേണ്ടവരെല്ലാം വിളിച്ചു പറഞ്ഞു. എല്ലാവരും പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ആരും ഒന്നും ചെയ്തില്ല. ആരാണ് ചെയ്യാത്തത് ഉത്തരവാദി എനിക്കറിയില്ല. അതാണ് അവസ്ഥ. ഞങ്ങൾ ദുരിതം അനുഭവിക്കുന്നത് മാത്രമേ അറിയാം. വാർത്തയെ തുടർന്ന് ജില്ലാ കളക്ടർ ജാഫർ മാലിക്കും കൊച്ചി മേയർ M അനിൽകുമാറും ഉടൻ സ്ഥലത്തെത്തി.
കാരക്കാമുറി റോഡിൽ ഫയർഫോഴ്സിന്റെ അടിയന്തര ഇടപെടലുകൾ നടന്നു. സാനു മാസ്റ്ററെ നേരിട്ട് കണ്ട കാര്യങ്ങൾ വിശദീകരിക്കാൻ മേയറുമെത്തി. ഫയറിന് മോട്ടോർ വെച്ചിട്ടുണ്ട്. അത് ആലപ്പുഴ കളക്ടറുടെ കസ്റ്റഡിയിലുള്ള സാധനം. അത് പോയി വെളുപ്പിൽ കെട്ടി വലിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഇപ്പൊ വന്ന് വർക്ക് ചെയ്ത് തുടങ്ങി. അപ്പൊ കുറേശ്ശെ വലിച്ചു തുടങ്ങി. ഉച്ചയോടെ നഗരത്തിലെ വെള്ളക്കെട്ടിന് താൽക്കാലിക പരിഹാരമായി. ഒരു രാത്രിയിലെ മഴ കൊണ്ട് തന്നെ മുങ്ങിപ്പോകാവുന്ന രീതിയിലേക്ക് കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ട് അത്ര കണ്ട രൂക്ഷമായിരുന്നു. ഇപ്പോൾ വെള്ളക്കെട്ടിന്റെ അതിന്റെ ഒരു ഗുരുതരാവസ്ഥ പരിശോധിക്കാൻ മേയർ തന്നെയും നേരിട്ടെത്തിയിരിക്കുന്നു. വരും സീസണുകളിലെങ്കിലും പൂർണ്ണമായും തന്നെ ഇത് പരിഹരിച്ചുകൊണ്ട് പരാതികളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ടാനിപ്പോൾ ന്യൂസ് 18. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറും മന്ത്രി വീണ ജോർജും തമ്മിലുള്ള തർക്കം പാർട്ടി ജില്ലാ സെക്രട്ടറിമാർ തമ്മിലുള്ള രാഷ്ട്രീയ പോരായി മാറുന്നു. ക്യാബിനറ്റ് റാങ്കിലുള്ള രണ്ടുപേർ തമ്മിലുള്ള തർക്കത്തിൽ CPM ജില്ലാ സെക്രട്ടറി ചിറ്റയത്തിനെതിരെ നടത്തിയ പ്രതികരണമാണ് CPI നേതൃത്വത്തെ ചൊടിപ്പിച്ചത്. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറും മന്ത്രി വീണ ജോർജും തമ്മിലുള്ള തർക്കമാണ് CPM CPI ജില്ലാ സെക്രട്ടറിമാർ തമ്മിലുള്ള പോരിലേക്ക് വളർന്നത്. ക്യാബിനറ്റ് റാങ്കുള്ള രണ്ടുപേർ തമ്മിലുള്ള തർക്കം പരിഹരിക്കുന്നതിന് പകരം CPM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു ചിറ്റയത്തിനെതിരെ നടത്തിയ പരാമർശമാണ് CPI ജില്ലാ നേതൃത്വത്തെ ചൊടിപ്പിച്ചത്. കല്യാണത്തിന് അച്ഛനെ വിളിച്ചില്ല എന്ന് പറയുന്നത് പോലെയാണ് ചിറ്റയത്തിൻ്റെ പ്രതികരണമെന്നായിരുന്നു ഉദയഭാനുവിൻ്റെ പരാമർശം. CPM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവിൻ്റെ പ്രതികരണം നിർഭാഗ്യകരമാണെന്നും അച്ഛനെ കാഴ്ചക്കാരനാക്കിയിട്ട് കരക്കാർ കല്യാണം നടത്തുന്നത് ശരിയല്ലെന്നും AP ജയൻ വിമർശിച്ചു. അത്തരം ഒരു പ്രതികരണത്തിൻ്റെ അദ്ദേഹം പറഞ്ഞ മകളുടെ വിവാഹത്തിന് അച്ഛനെ വിളിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ എല്ലാ പത്രങ്ങളും അത് എഴുതിയിട്ടുണ്ട്. എനിക്ക് മനസ്സിലായില്ല എന്താണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരാനുള്ള കാരണമെന്ന്. അച്ഛനെ കാഴ്ചക്കാരനാക്കി ഇരുത്തിയിട്ട് കരക്കാർ കല്യാണം നടത്തിയാൽ എങ്ങനെ ഇരിക്കും? അതായത് സ്വന്തം മകളുടെ കല്യാണത്തിന് അച്ഛൻ കണ്ടുകൊണ്ടിരിക്കുക, കരക്കാരാണ് കല്യാണം നടത്തുന്നത്. അത് ശരിയായ ഒരു കാര്യമല്ലല്ലോ. ചിറ്റയം ഗോപകുമാറും മന്ത്രി വീണ ജോർജും തമ്മിലുള്ള തർക്കം വിവാദമായതോടെ ഇരുവരും പാർട്ടി നേതൃത്വത്തിനും LDFനും പരാതി നൽകിയിരിക്കുന്നതിനിടെയാണ് ഇരു പാർട്ടികളുടെയും ജില്ലാ സെക്രട്ടറിമാർ തമ്മിലുള്ള പരസ്യപ്പോര്. ന്യൂസ് 18 പത്തനംതിട്ട. വിദേശത്ത് നിന്ന് ലഭിച്ച കള്ളപ്പണം വെളുപ്പിക്കാൻ പോപ്പുലർ ഫ്രണ്ട് മൂന്നാറിൽ റിയൽ എസ്റ്റേറ്റ് കമ്പനി രൂപീകരിച്ചതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അബ്ദുൾ റസാഖ് PDAക്കൽ, അഷ്റഫ് MK എന്നീ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്കെതിരെ ലക്നൌ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് ഇക്കാര്യമുള്ളത്. ഉത്തർപ്രദേശിൽ വർഗീയ കലാപം ഉണ്ടാക്കുന്നതിനായി അഷ്റഫിന്റെ ഉടമസ്ഥതയിൽ അബുദാബിയിലുള്ള ഹോട്ടൽ വഴിയും പണം കടത്തിയതായി കണ്ടെത്തി. പോപ്പുലർ ഫ്രണ്ട് നേതാക്കളായ അബ്ദുൾ റസാഖ് BP എന്ന അബ്ദുൾ റസാഖ് PDAക്കൽ, അഷ്റഫ് ഖാദിർ എന്ന അഷ്റഫ് MK എന്നിവർക്കെതിരെ കേന്ദ്ര അന്വേഷണ ഏജൻസി ലക്നൌവിലെ പ്രത്യേക കോടതിയിൽ സമർപ്പിച്ച അനുബന്ധ കുറ്റപത്രത്തിലാണ് കള്ളപ്പണം വെളുപ്പിക്കലിന്റെ വിശദാംശങ്ങൾ ഉള്ളത്. 22 കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിക്കൽ ഇടപാട് കണ്ടെത്തിയെന്ന് ചൂണ്ടിക്കാട്ടുന്ന കുറ്റപത്രം കോടതി സ്വീകരിച്ചതായി ED പ്രസ്താവനയിൽ പറഞ്ഞു. വില്ല വിസ്ത എന്ന പ്രൊജക്ട് രൂപീകരിച്ച് വിദേശത്ത് നിന്നുള്ള കള്ളപ്പണം വെളുപ്പിക്കാൻ പോപ്പുലർ ഫ്രണ്ട് ശ്രമിച്ചതായാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ. പോപ്പുലർ ഫ്രണ്ടിന്റെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗവും എറണാകുളം മുൻ ജില്ലാ പ്രസിഡന്റുമായ അഷ്റഫിന്റെ ഉടമസ്ഥതയിൽ അബുദാബിയിലുള്ള ഹോട്ടൽ വഴിയും പണം കടത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ പ്രധാന നേതാക്കൾക്കെതിരെയും പ്രധാന നഗരങ്ങളിലും തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായാണ് പണം വെളുപ്പിച്ചതെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് CAA വിരുദ്ധ പ്രതിഷേധങ്ങൾക്കും 2020 ഡൽഹിയിൽ നടന്ന വർഗീയ കലാപങ്ങൾക്കും ധനസഹായം നൽകിയതിലെ പങ്ക് ഉൾപ്പെടെ അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് 18 ഡൽഹി. ഇടവേള. പ്രചാരണാവേശത്തിൽ തൃക്കാക്കര. തൃക്കാക്കരയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ നേരിട്ടിറങ്ങി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലോക്കൽ കമ്മിറ്റികൾ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണങ്ങൾക്കാണ് മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്നത്. അരവിന്ദ് കെജ്രിവാളിന്റെ കിഴക്കമ്പലം സന്ദർശനത്തിന്റെ ഭാഗമായി തൃക്കാക്കരയിലെ രാഷ്ട്രീയ നിലപാട് ഇന്ന് 2020 പ്രഖ്യാപിക്കും. ചിന്തൻ ശിബിർ കഴിഞ്ഞതോടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള നേതാക്കളും മണ്ഡലത്തിൽ സജീവമാവും. തൃക്കാക്കരയിൽ എന്ത് വില കൊടുത്തും ജയിക്കണമെന്ന കർശന നിർദ്ദേശമാണ് മുഖ്യമന്ത്രി CPM ജില്ലാ നേതൃത്വത്തിന് നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ച് മണ്ഡലം കേന്ദ്രീകരിച്ചാണ് മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം.
വരുന്ന 5 ദിവസം പൂർണ്ണമായും മുഖ്യമന്ത്രി തൃക്കാക്കരയിൽ തന്നെ തുടരും. അത്യാവശ്യ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ തിരുവനന്തപുരത്തേക്ക് മടങ്ങൂ. മുഖ്യമന്ത്രിക്കൊപ്പം മറ്റു മന്ത്രിമാരും മണ്ഡലത്തിലുണ്ട്. ഓരോ ദിവസത്തെയും പ്രവർത്തനങ്ങൾ അതാത് ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിലയിരുത്തിയാണ് തുടർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ഇതിനിടയിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും കൊച്ചിയിലുണ്ട്. കെജ്രിവാൾ കിഴക്കമ്പലത്തെത്തുമ്പോൾ തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ 2020യും AIPയും എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് മുന്നണികൾ ഉറ്റുനോക്കുന്നത്. കെജ്രിവാളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഉപതെരഞ്ഞെടുപ്പിൽ ആരെ പിന്തുണയ്ക്കുമെന്ന് തീരുമാനിക്കുമെന്ന് നേരത്തെ 2020യും പ്രഖ്യാപിച്ചിരുന്നു. 2020യുടെ 10,000-ഓളം വരുന്ന വോട്ടുകൾ പ്രതീക്ഷിച്ച മുൻ നിലപാട് ഭരണപക്ഷവും പ്രതിപക്ഷവും മയപ്പെടുത്തി. 2020 വോട്ടുകൾ ലഭിക്കുമെന്ന് BJPയും പ്രതീക്ഷ വയ്ക്കുന്നു. കെജ്രിവാളുമായി 2020 കോർഡിനേറ്റർ സാബു എൻ ജേക്കബ് പ്രാഥമിക ചർച്ചകൾ നടത്തി. ഇന്ന് വൈകിട്ട് കിറ്റെക്സ് ഗാർമെന്റ്സിൽ നടക്കുന്ന ജനസംഗമത്തിൽ കെജ്രിവാൾ പങ്കെടുക്കും. ഈ യോഗത്തിൽ തൃക്കാക്കരയിൽ ആരെ പിന്തുണയ്ക്കുമെന്ന കാര്യത്തിൽ പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് സൂചന. ന്യൂസ് 18 കൊച്ചി. വിദ്യാർത്ഥിനിയെ പൊതുവേദിയിൽ വിലക്കിയ സംഭവത്തിൽ സമസ്തയെ ന്യായീകരിച്ച PK കുഞ്ഞാലിക്കുട്ടി. ഒരു വടി വീണ് കിട്ടിയെന്ന് കരുതി ഇങ്ങനെ അടിക്കേണ്ട സംഘടനയല്ല സമസ്തയെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അല്ല, ഒരു കയ്യിലൊരു വടി കിട്ടിയാൽ നിരന്തരം അതുകൊണ്ട് ഇങ്ങനെ അടിക്കേണ്ട ഒരു സംഘടനയൊന്നും അല്ല സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ചരിത്രം അറിയാവുന്നവർക്ക് അറിയാം, മത സാമൂഹ്യ സാംസ്കാരിക മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലുമൊക്കെ അവർ എഞ്ചിനീയറിംഗ് കോളേജ് പോലും സ്ഥാപിച്ച് നടത്തുന്നുണ്ട് ഇവിടെ. അത്തരത്തിലുള്ള ഒരു സംഘടനയെ കയ്യിലൊരു വടി കിട്ടിയാൽ അത് ഒരു ദിവസം മനസ്സിലാക്കുക, ദിവസങ്ങളോളം ഇങ്ങനെ കൊണ്ടു കിടക്കുന്ന അത്ര ഭംഗിയല്ല.